വികസനത്തിനൊരു തുടർച്ച വേണം, അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ സ്ഥായിയായും വളർച്ചയിലേക്കും പോകണം എന്നാഗ്രഹിക്കാത്ത ഏത് മനുഷ്യരാണ് ഒരു സമൂഹത്തിലുണ്ടാവുക? സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തി, ഒരു ചായക്കടയിൽ നിൽക്കുന്ന വ്യക്തിയോ ഒരു വീട്ടമ്മയോ ഒക്കെ ആ കത്രികയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വേദന ഉണ്ടാവും. അമേരിക്കക്കാരികളായിട്ടുള്ള 1000 അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ 5.6 കുഞ്ഞുങ്ങൾ അവിടെ മരണപ്പെടുന്നു. കേരളത്തിലത് 5 എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് അമേരിക്കയുമായിട്ടാണ്. ടീച്ചർക്കെതിരായിട്ടുള്ള അപവാദ പ്രചാരണം വന്നു കഴിഞ്ഞപ്പോൾ VD സതീശൻ ഇത് എൻ്റെ നെഞ്ചത്തോട്ട് എന്തിനെടുത്ത് വെക്കുന്നത്, അതാണ് വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വന്നൊരു പ്രതികരണം. എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ് എന്ന് ഒരു സ്ത്രീ പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്ന ചിന്ത സെക്സ് എന്നുള്ള രീതിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ അപവാദ പ്രചാരണത്തിനെതിരെ നടത്തിയ പോരാട്ടം പ്രധാനപ്പെട്ട പ്രചാരണമായിട്ട് ടീച്ചർ മുന്നോട്ട് വയ്ക്കും? തീർച്ചയായിട്ടും മുന്നോട്ട് വയ്ക്കും. അതിനൊക്കെയുള്ളൊരു കെൽപ്പ് കേരളത്തിലെ സ്ത്രീകൾക്ക് ഉണ്ടായിട്ടുണ്ട്. അന്ന് ഒരു ഓണാഘോഷമായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ലോജിക്കാണ്, യുക്തിയാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്ത്, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരുമിച്ച് ഇരുന്നാൽ എന്ത് എന്നുള്ള നിലയ്ക്ക് ആ വിഷയത്തെ കൊണ്ടുപോകാൻ കഴിഞ്ഞോ? ഞാൻ ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ്. എനിക്കിഷ്ടപ്പെട്ട ഒരാളുമായി കൂടിച്ചേർന്ന് ഒരു യാത്ര പോകാൻ തോന്നി, എനിക്കത് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവണം. ടീച്ചർ പോലും ഒന്ന് ഒതുക്കിയാണ് പറയുന്നില്ല. എന്തുകൊണ്ട് തോളിൽ കൈയിട്ട് എനിക്കൊന്ന് യാത്ര ചെയ്യണമെന്ന് തോന്നിയാൽ ആ വാക്ക് അത് പറയണമെന്ന് വിചാരിക്കുന്നുണ്ടാവും, പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന സമൂഹം വളർന്നിട്ടില്ല. അതെ, 1ാം ക്ലാസ്സിലെ കുട്ടിയോട് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ? നമസ്കാരം, ട്രൂ കോളർ ആരംഭിക്കുന്നു. ഇന്ന് CPI നേതാവ് KJ ഷൈൻ ടീച്ചറാണ് നമ്മോടൊപ്പം ഉള്ളത്. സ്വാഗതം. കഴിഞ്ഞ ദിവസം പാർട്ടിയുടെ പഠന കോൺഗ്രസിൽ പങ്കെടുത്തിട്ടാണ്, അതിനുശേഷമാണ് നമ്മൾ ഈ സംസാരം നടത്തുന്നത്. പാർട്ടി കോൺഗ്രസിലെ പ്രധാനപ്പെട്ട ഒരു വാക്യം എന്ന് പറയുന്നത് വളർച്ചയ്ക്ക് തുടർച്ച വേണമെന്നുള്ളതാണ്. വളർച്ചയ്ക്ക് തുടർച്ച വേണമെന്ന് നമ്മൾ പറയുമ്പോൾ തന്നെയും ഇപ്പോൾ KJ ഷൈൻ ടീച്ചർ ഞാൻ തമ്മിൽ ഈ ക്യാമറയ്ക്ക് മുമ്പിലല്ല ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെ ഒരു പാർട്ടിയുടെ നേതാവിനോട് അനൗപചാരികമായിട്ടിരുന്ന് സംസാരിക്കുമ്പോൾ ഇത് തുടർച്ചയ്ക്ക് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ പറയുന്ന ഉത്തരം എന്ന് പറയുന്നത് അത്രമേൽ ആത്മാർത്ഥമായിട്ടുള്ളൊരു ഉത്തരമായിരിക്കും. ആ ആത്മാർത്ഥമായ ഉത്തരത്തിൽ വികസനത്തിൻ്റെ കണക്കുകൾ അങ്ങനെ നിരത്തി വയ്ക്കുകയോ ഒന്നും ചെയ്യില്ല, മറിച്ച് ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്നുകൊണ്ട് സംസാരിക്കും. അങ്ങനെ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ നിന്ന് സംസാരിക്കുന്ന ഒരു KJ ഷൈൻ ടീച്ചറെ ഇപ്പോൾ പ്രതീക്ഷിക്കാം? തീർച്ചയായിട്ടും ഒരു തുടർച്ച വേണം എന്നുള്ള താല്പര്യം പാർട്ടിക്കാരിയായുള്ള ഷൈൻ ടീച്ചർക്ക് മാത്രമാണ് ഉണ്ടാവുക എന്ന് ഞാൻ കരുതുന്നില്ല. വികസനത്തിനൊരു തുടർച്ച വേണം, അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങൾ സ്ഥായിയായും വളർച്ചയിലേക്കും പോകണം എന്നാഗ്രഹിക്കാത്ത ഏത് മനുഷ്യരാണ് ഒരു സമൂഹത്തിലുണ്ടാവുക? കേരള സമൂഹത്തിൽ മാത്രമല്ല, ഏത് സമൂഹത്തിലും. അല്ലെങ്കിൽ രാഷ്ട്രീയം എന്തിനുള്ളതാണ്? രാഷ്ട്രീയ പ്രവർത്തനം എന്തിനു വേണ്ടിയായിരിക്കണം? അതൊരു സമൂഹത്തിൻ്റെ സ്ഥായിയായ വളർച്ചയ്ക്കും വികസനത്തിനും ഒക്കെ വേണ്ടിയായിരിക്കണം. കേരളം മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും ഒട്ടേറെ വ്യത്യസ്തമാണ്. കേരളം ചെറുതായിരിക്കാം, പക്ഷേ അതിൻ്റെ വളർച്ചയും അതിൻ്റെ പ്രവർത്തന പാരമ്പര്യവും വെച്ച് നോക്കിയാൽ അത് വലിയ കേരളമാണ്. ആ വലിയ കേരളത്തിന് ഇനിയും വളർച്ച ഉണ്ടാകണം എന്നല്ലേ സാധാരണ മനുഷ്യർ ആഗ്രഹിക്കുക. പക്ഷേ താങ്കൾ ആ ഇൻട്രോയിൽ സൂചിപ്പിച്ചൊരു സംശയം, അല്ലെങ്കിൽ എന്തോ ഒരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തത് ഗ്രൗണ്ട് റിയാലിറ്റി എന്നാണ് പറഞ്ഞത്. ഈ ഗ്രൗണ്ട് റിയാലിറ്റിയെ ക്രിയേറ്റ് ചെയ്യുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. ഗ്രൗണ്ട് റിയാലിറ്റി എങ്ങനെയാകണം എന്ന് മീഡിയയെ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഗ്രൗണ്ട് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? മനുഷ്യരുടെ മനസ്സ്, അല്ലെങ്കിൽ അവരുടെ ചിന്ത. ആ ചിന്തയെ ഏത് തരത്തിലേക്ക് മനുഷ്യരെ ചിന്തിപ്പിക്കണം എന്നുള്ള രീതിയിലേക്ക് മീഡിയ ഉപയോഗിച്ച് വലിയ തോതിലുള്ളൊരു അട്ടിമറി ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ ഇന്നലെ ഒരു വിഷയം നമ്മൾ കേരളം ചർച്ച ചെയ്തു. എന്താ? ആലപ്പുഴയിലൊരു സ്ത്രീയുടെ ശരീരത്തിൽ നിന്ന് എന്താ പറയുക, ഓപ്പറേഷൻ്റെ ഭാഗമായിട്ട് കത്രിക കണ്ടെടുത്ത വിഷയവുമായി ബന്ധപ്പെട്ട് പ്രശ്നമായി. ആ പ്രശ്നത്തെ നമ്മൾ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത്തരം ചില പാകപ്പിഴകളെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം? അത് ഒരു പൊതു സെക്ടറിനെ മൊത്തത്തിൽ മോശമാണ് എന്ന് കാണിക്കാൻ വേണ്ടി ഈ ഒരു വിഷയത്തെ എടുത്തു കാണിക്കുക. അതിൽ ഉത്തരവാദികൾ CPIയും കൂടിയല്ലേ? കാരണം ഇതിനു മുൻപ് പ്രതിപക്ഷമായിരുന്നപ്പോഴും ഇതിന് സമാനമായിട്ടുള്ള ഒറ്റപ്പെട്ടതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദ മാസ്റ്റർ പറയുന്നത് പോലുള്ള സംഭവങ്ങളെ പ്രതിപക്ഷത്ത് CPM ഇരിക്കുമ്പോഴും LDF ഇരിക്കുമ്പോഴും അത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളെ സിസ്റ്റത്തിൻ്റെ വലിയ തകർച്ചയായിട്ട് ചിത്രീകരിച്ചിട്ടുള്ള അങ്ങനെ ഒരു പ്രവർത്തന രീതി ഇരു മുന്നണികളും ഉണ്ടാക്കിക്കൊണ്ടുവന്നുകൊണ്ടല്ലേ ഈ സംഭവം നടക്കുന്നത്? അതിലെന്താണെന്നറിയോ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വിദ്യാഭ്യാസ പ്രവർത്തക എന്നുള്ള നിലയ്ക്ക്, അധ്യാപിക എന്നുള്ള നിലയ്ക്ക് ഞാനൊരു അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. KST എന്ന് പറയുന്ന അധ്യാപക പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങൾ 2002 32 ദിവസം ശമ്പളം കളഞ്ഞ് പണിമുടക്കിയിട്ടുണ്ട്. ആ പണിമുടക്കിൻ്റെ കാരണം എന്താ? കാരണം 2300ഓളം വരുന്ന പൊതുപള്ളിക്കൂടങ്ങൾ ഒറ്റ ദിവസം കൊണ്ട് അടച്ചുപൂട്ടണമെന്നാണ് ഗവൺമെൻറ് തീരുമാനിച്ചത്.
അല്ലെങ്കിൽ ഇനി ആരെയും PSC നിയമനങ്ങളില്ല, നിയമന നിരോധനമാണ്, കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് കട്ട് ചെയ്യുകയാണ്, പൊതുമേഖല വേണ്ട എന്ന് വെക്കുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കേരളം നേടിയിട്ടുള്ള നേട്ടങ്ങളെ പിറകോട്ട് വലിക്കുന്ന തരത്തിലുള്ള ഒരു പരിപ്രേക്ഷ്യം നടപ്പിലാക്കാൻ കേരളത്തിൽ ശ്രമിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. താങ്കൾ പറഞ്ഞൊരു കാര്യം, അന്ന് ഇതുപോലെ പ്രതികരിച്ചിട്ടുണ്ട്. അന്ന് സിസ്റ്റമേ ഉണ്ടായിരുന്നില്ല. സിസ്റ്റമേ ഇല്ലാത്തൊരു സ്ഥാനത്ത് കുറേ ആളുകൾ പൊതു സംവിധാനത്തെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പോലും ഇല്ലാത്തൊരു കാലത്ത് അതിനെതിരെ പ്രതികരിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. ഇന്നതല്ലല്ലോ. ഇന്ന് ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫാമിലി ഹെൽത്ത് സർവേ ആണെങ്കിലും ഹെൽത്ത് ക്വാളിറ്റി ഇൻഡെക്സ് ആണെങ്കിലും ഇതൊക്കെ മുന്നോട്ട് വയ്ക്കുന്നത് കേരളം വളരെ മികച്ച രീതിയിൽ പോകുന്നു എന്നുള്ളതാണ്. പക്ഷേ ആ താരതമ്യം വരുന്നത് ഇതര സംസ്ഥാനങ്ങളുമായിട്ടുള്ള താരതമ്യം ചെയ്തുകൊണ്ടാണ്. അതായത് മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കുമ്പോൾ കേരളം എന്താ മുന്നിൽ എന്നുള്ളതിൽ അപ്പുറത്തേക്ക് പോകുന്ന ഒന്നാണ് ഇടതുപക്ഷ പാർട്ടികളുടെ നയം എന്ന് പറയുന്നത്. വികസനത്തെ സംബന്ധിച്ചിട്ട് ആ അടിസ്ഥാനത്തിലുള്ള വികസനം ഉണ്ടാകുന്നുണ്ടോ? നമ്മളെപ്പോഴും ഇതര സംസ്ഥാനങ്ങളുമായിട്ട് താരതമ്യം ചെയ്തിട്ട് കേരളത്തിൻ്റെ വികസനത്തിനെ ഒന്നാം സ്ഥാനത്ത് നിർത്തുന്നു. അങ്ങനെ പ്രതിഷ്ഠിക്കാനുള്ള ഒന്നല്ല, മറിച്ച് ആ താരതമ്യങ്ങൾക്ക് ഉപരിയായിട്ട് താരതമ്യങ്ങൾ മാറ്റി നിർത്തിയിട്ട് കേരളത്തിന് സവിശേഷമായിട്ടുള്ള ഒരു വികസനത്തിലേക്ക് പോകാൻ LDFന് സാധിച്ചിട്ടുണ്ടോ? ഉണ്ടല്ലോ. നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളുമായി ചില അവസരത്തിൽ കമ്പയർ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഇന്ത്യയുടെ ഒരു ഭാഗമാണ് കേരള സംസ്ഥാനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ മൊത്തത്തിൽ രാജ്യത്തിൻ്റെ വികസനം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ടൊരു കമ്പാരിസൺ മറ്റ് സ്റ്റേറ്റുമായിട്ട് വരും. പക്ഷെ നമ്മൾ ഇന്ന് കേരളത്തെ കമ്പയർ ചെയ്യുന്നത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചല്ല. മറിച്ചിപ്പോൾ ഹെൽത്തിൻ്റെ കാര്യത്തിൽ തന്നെ 1000 സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ അമേരിക്കക്കാരിയായിട്ടുള്ള 1000 സ്ത്രീകൾ, അമേരിക്കക്കാരികളായിട്ടുള്ള 1000 അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ 5.6 കുഞ്ഞുങ്ങൾ അവിടെ മരണപ്പെടുന്നു. കേരളത്തിൽ അത് 5 എന്ന് പറയുമ്പോൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത് അമേരിക്കയുമായിട്ടാണ്. അല്ലെങ്കിൽ നമ്മുടെ സ്പാൻ ഓഫ് ലൈഫ് അത് നമ്മൾ കമ്പയർ ചെയ്യുന്നത് മറ്റ് വികസിത രാജ്യങ്ങളുമായിട്ടാണ്. എങ്ങനെയാണ് കഴിഞ്ഞ UDFൻ്റെ കാലത്ത് എന്തായിരുന്നു കേരളത്തിൻ്റെ ഹെൽത്ത് സെക്ടർ എങ്ങനെയായിരുന്നു, എഡ്യൂക്കേഷൻ സെക്ടർ എങ്ങനെയായിരുന്നു, പൊതു വ്യവസായ മേഖല എങ്ങനെയായിരുന്നു, നമ്മുടെ റോഡുകൾ എങ്ങനെയായിരുന്നു? മൊത്തത്തിൽ ഇങ്ങനെയല്ലേ? അങ്ങനെയാണല്ലോ ജനങ്ങൾ ഓരോ ടൈം അനുസരിച്ച് മുന്നണികളെ അധികാരത്തിൽ കയറ്റുന്നത്. കുറച്ചും കൂടി ഇവിടെ തന്നെ ഒരു കമ്പാരിസൺ നടത്തിയിട്ടാണല്ലോ. ഇപ്പോൾ കഴിഞ്ഞ 10 വർഷക്കാലമായി അല്ലെങ്കിൽ ഒരു തുടർച്ച ഇടതുപക്ഷത്തിന് കിട്ടാൻ കാരണം എന്താ? കിട്ടാൻ കാരണം കുറേ കൂടി ബെറ്ററാണ്. ജനങ്ങൾക്ക് അവകാശങ്ങളുണ്ട്, അന്തസ്സായി ജീവിക്കാനുള്ള അവകാശമുണ്ട്. ആ അന്തസ്സായി ജീവിക്കാനുള്ള അവകാശത്തിലേക്ക് സമൂഹത്തെ ഉയർത്തണമെങ്കിൽ ഓരോരോ സെക്ടറിലും എന്തെല്ലാം ചെയ്യാൻ കഴിയും? അന്തസ്സായിട്ട് ജീവിക്കാനുള്ള അവകാശത്തെക്കുറിച്ച് ഷൈൻ ടീച്ചർ പറയുമ്പോൾ ഇത് നമ്മൾ ടെലിവിഷനിൽ സംപ്രേഷണം ചെയ്യുകയും പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുകയും ചെയ്യുമ്പോൾ അന്തസ്സായിട്ട് ജീവിക്കാനുള്ള ആ വാക്കുകൾ എടുത്തു വെച്ചുകൊണ്ട് താഴെ വരാൻ സാധ്യതയുള്ളൊരു കമൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുകയാണ്. അന്തസ്സായിട്ട് ജീവിക്കുന്നു, കത്രികമായിട്ട് ജീവിക്കുന്നു, ആജീവനാന്തം കത്രികമായിട്ട് ജീവിക്കുന്നു, ഇതാണോ അന്തസ്സ് എന്നൊക്കെ രീതിയിലുള്ള പ്രതികരണങ്ങൾ വന്നു വന്നേക്കാം. ഇതിലെ പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് ഷൈൻ ടീച്ചർ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി, എന്താണ് ചർച്ച ചെയ്യേണ്ടത് അത് ചർച്ച ചെയ്യുന്നില്ല. സ്വാഭാവികമായിട്ടും കേരളത്തിലുണ്ടായിട്ടുള്ള വികസനം, LDFിലൂടെ ഉണ്ടായിട്ടുള്ള വികസനത്തെക്കുറിച്ചായിരിക്കും ടീച്ചർ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. പക്ഷേ അത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ജനതയുടെ മുമ്പിൽ അതിവൈകാരികമായിട്ടുള്ള വിഷയങ്ങൾ വരുന്നു. സ്വാഭാവികമായിട്ടും കത്രികയുമായിട്ട് 5 വർഷം ഒരു ഭരണകാലയളവാണ് ഒരു സർക്കാരിൻ്റെ, ആ 5 വർഷം ജീവിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ മുകളിൽ ആലങ്കാരിക പദങ്ങൾ ചേർത്തുകൊണ്ട് അതിനെ വിശേഷിപ്പിക്കാനും പൊലിപ്പിക്കാനും പ്രതിപക്ഷത്തിന് സാധിക്കും. അങ്ങനെ സാധിച്ചില്ലെങ്കിൽ പോലും സാധാരണക്കാരായിട്ടുള്ള ഒരു വ്യക്തി, ഒരു ചായക്കടയിൽ ഇരിക്കുന്ന വ്യക്തിയോ ഒരു വീട്ടമ്മയോ ഒക്കെ ആ കത്രികയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വേദന ഉണ്ടാകുന്നു. ആ വേദന എന്ന് പറയുന്നത് അത് മൊത്തത്തിൽ ഈ ഒരു സിസ്റ്റത്തിൻ്റെ തകർച്ചയാണെന്ന് തോന്നിപ്പിക്കാം. അപ്പോൾ ഇത്തരം വിഷയങ്ങളെ പൈങ്കിളിവൽക്കരിച്ചുകൊണ്ട് മറ്റ് പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ നിന്ന് മാറിപ്പോകുന്നു. അതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കുക CPIM? അപ്പോൾ അത് എനിക്കാണ് സംഭവിച്ചതെങ്കിൽ പോലും എനിക്ക് അതിൻ്റെ നീതി കിട്ടാനുള്ള റൈറ്റ് എനിക്കുണ്ട്. തീർച്ചയായിട്ടും അതിനെ തള്ളി ഇടതുപക്ഷത്തിൻ്റെ ഗവൺമെൻറ്റോ അല്ലെങ്കിൽ ആരോഗ്യമന്ത്രിയോ ഒന്നും പറഞ്ഞിട്ടില്ല. കാരണം ആരാണോ ആ തെറ്റ്, ഇപ്പോൾ നമ്മൾ ഏത് സെക്ടറിലും തെറ്റുകളും പാകപ്പിഴകളും ഒക്കെ ഉണ്ടാവുന്നു. മനുഷ്യരാണ്. ഈ ഒരു സംഭവം ഉണ്ടാവുമ്പോൾ ഏതൊരു സ്ത്രീ ആവട്ടെ, അത് പ്രതിപക്ഷത്തിരിക്കട്ടും ഭരണപക്ഷത്തുള്ള അവരുടെ അനുഭവമുള്ളവരാവട്ടെ, ഇങ്ങനൊരു സംഭവം ഉണ്ടാകുമ്പോൾ ആ സമയത്ത് അവിടേക്ക് ആരോഗ്യമന്ത്രി കടന്നു വരികയാണെങ്കിൽ കണ്ടില്ലേ മിനിസ്റ്ററെ, ഇതാണോ? ഇങ്ങനെ ഒരു ചോദ്യം വരും. ഈ ചോദ്യത്തെയാണ് സിസ്റ്റം എന്നുള്ള രീതിയിൽ വ്യാഖ്യാനിക്കുന്നത്. അതെ. അപ്പോൾ അതിന് ഇപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വരിക എന്ന് പറഞ്ഞാൽ അവിടെ വൈകാരികതയായിരിക്കുള്ളൂ പ്രവർത്തിക്കുക. ഇപ്പം നമ്മൾ ആ ഒരു സിറ്റുവേഷനിലാണെങ്കിൽ വൈകാരികതയാണ് പലപ്പോഴും വോട്ടുകളായിട്ട് മാറുന്നത്. ഇപ്പോൾ അത് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ സത്യത്തിൽ അവർ തന്നെയാണ്, അവർക്കൊരു ലക്ഷ്യം ഉണ്ടാവുക, അവർക്കൊരു അജണ്ട ഉണ്ടാവും, അവർക്കൊരു മാനിഫെസ്റ്റോ ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതാത് പ്രദേശത്ത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത്. പക്ഷേ ഇന്ന് നമ്മൾ കാണുന്നത് എന്താ?
ഇപ്പോൾ കോൺഗ്രസ്സിന് പണ്ട് നമ്മൾ നോക്കിയാൽ ജവഹർലാൽ നെഹ്റു അല്ലെങ്കിൽ മഹാത്മാഗാന്ധി അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉണ്ടായി വന്നിട്ടുള്ളൊരു സംവിധാനം, അതിന് സമൂഹത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാട്, ഇന്ന് അവരൊന്നുമല്ല നേതാവ്. അപ്പോൾ അതിനിപ്പോൾ ഒരാളെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്, അതിനെ കനുകോലു. അപ്പോൾ ആ മനുഷ്യൻ തന്നെ പറയുന്നത്, ഞാനൊന്നും നേരിട്ട് കണ്ടിട്ടില്ല, ഇപ്പോൾ ചിത്രത്തിലൂടെയൊക്കെ കണ്ടിട്ടുള്ളൂ, യുക്തിക്കൊരു പ്രാധാന്യമില്ല എന്നാണ്. വൈകാരികത കൊണ്ടേ നമുക്ക് വിജയിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമ്മൾ പറയണത് എന്താ, യുക്തിയാണ് വേണ്ടത്. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിൻ്റെ കാര്യകാരണ ബന്ധങ്ങളെ പരിശോധിച്ച് അതിന് മനുഷ്യന് ഗുണപരമായ രീതിയിൽ മാറ്റി തീർക്കുക, പിഴവുകൾ തിരുത്തുക, അങ്ങനെ മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നമ്മൾ സ്വീകരിച്ചു വരുന്നത്. പക്ഷേ കോൺഗ്രസ് ഇവിടെ അനുവർത്തിക്കുന്നൊരു രീതി കുറച്ച് കാലങ്ങളായിട്ട് യുക്തി വേണ്ട, വൈകാരികത ഉപയോഗിച്ച് ജനങ്ങളുടെ വൈകാരിക ഭാവത്തെ തൊട്ടുണർത്തി അതിനെങ്ങനെ വോട്ടാക്കി മാറ്റാൻ സാധിക്കും, അതാണ് ഇവിടെ പരിശോധിക്കുന്നത്. നേരെ ആ കനകോലുവിനെ തന്നെ പല ഘട്ടങ്ങളിലും CPM ആശ്രയിക്കേണ്ടി വരുന്ന അവസ്ഥ വരും. നേരത്തെ കിണറിനകത്ത് ഇറങ്ങിയിട്ട് വോട്ട് ചോദിച്ചത് അതിന് മുമ്പുള്ളത്. പക്ഷേ ഇപ്പോൾ MV ഗോവിന്ദ മാസ്റ്റർ നിൽക്കുന്ന ഒരു വേദിയിലേക്ക് ഒരു വ്യക്തിയെ കടത്തി വരികയും അതൊരു റീലായിട്ട് മാറുകയും ചെയ്യുന്നത് താരതമ്യം ചെയ്യപ്പെട്ടു വരുന്നു. അതായത് കോൺഗ്രസ്സിലുള്ള നേതാക്കൾ പലരും വളരെ അതിവൈകാരികവും പൈങ്കിളിവൽക്കരിക്കപ്പെട്ടതുമായിട്ടുള്ള റീലുകൾ ചിത്രീകരിച്ചുകൊണ്ട് ജനസമ്മതി നിർമ്മിക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ പിറകിൽ കനകോലുവാണെന്ന് പറയുന്നു. സ്വാഭാവികമായിട്ടും അതിന് തത്തുല്യം, അതാണ് ശരിയെന്ന് വിചാരിക്കുന്ന രീതിയിലേക്ക് CPMലെ നേതാക്കൾക്ക് പോലും പോകേണ്ടി വരുന്നു. ആ സാമൂഹ്യ മാധ്യമ യാഥാർത്ഥ്യത്തിൻ്റെ ഒപ്പം നിന്നുകൊണ്ട് പോയില്ലെങ്കിൽ ഈ വൈകാരികതയുടെ വലിയ വേലിത്തള്ളലിൽ നമ്മൾ തകർന്നു പോകുമെന്ന് CPM അണികൾ പോലും വിശ്വസിക്കുന്ന അവസ്ഥ വന്നാൽ എന്ത് ചെയ്യും? ഒരിക്കലുമില്ല. CPM അനുവർത്തിച്ച് വരുന്നൊരു രീതി ജനങ്ങളോട് ഇതൊക്കെയാണ് ഞങ്ങളുടെ അജണ്ട. ഇപ്പോൾ നമ്മൾ ആദ്യം സംസാരിച്ചപ്പോൾ തുടങ്ങിയത് കേരള അന്താരാഷ്ട്ര പഠന കോൺഗ്രസിനെ കുറിച്ചാണ്. 94 തുടങ്ങിയതാണ്. 5ാമത്തെ പഠന കോൺഗ്രസ്സാണ് ഇപ്പോൾ അവസാനിച്ചത്. ആ പഠന കോൺഗ്രസിൻ്റെ ലക്ഷ്യം എന്താ? കേരളത്തിൻ്റെ വളർച്ചയെ കൂടുതൽ ഉയർച്ചയിലേക്കും കൂടുതൽ മികവിലേക്കും കൊണ്ടുപോകുക എന്നുള്ളതാണ്. സർക്കാർ കാര്യം മുറ പോലെ എന്നുള്ളത് നമ്മളുടെ ഒരു വാചകമായിരുന്നു ഒരു കാലത്ത്. ഇന്നതല്ല. സർക്കാർ കാര്യം ഏറ്റവും മികവുറ്റതും കാര്യക്ഷമവും അതിവേഗവും ആണ് എന്നതാണ്. ഇതാണ് CPMൻ്റെ ലക്ഷ്യം. ഒരു പക്ഷേ ഭരണം കിട്ടാം, ഭരണം കിട്ടാതിരിക്കാം. ഇത് രണ്ടാണെങ്കിലും ഈ ഇടതുപക്ഷം ഇവിടെ തന്നെ ഉണ്ടാവും, ജനങ്ങളുടെ ഒപ്പം ഉണ്ടാവും. അതെ, ഇടതുപക്ഷം ഇവിടെ തന്നെ ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു ഭാഗത്ത് അതിവൈകാരികത, മറ്റൊരു ഭാഗത്ത് യുക്തിയുടെ ഭാഗത്താണ് ഇടതുപക്ഷം, യുക്തിയുടെ ഭാഗത്താണ് CPM, യുക്തിയുടെ ഭാഗത്താണ് LDF. അങ്ങനെ ആകുമ്പോഴാണ് സ്വാഭാവികമായിട്ടും അണികളിൽ കൂടുതൽ ആത്മവിശ്വാസം ഉണ്ടാവുക. കാരണം CPMനെ സംബന്ധിച്ചിട്ട്, ആ പാർട്ടിയെ സംബന്ധിച്ചിട്ട് അതിൻ്റെ വർഗ്ഗപരമായ അടിത്തറയ്ക്കകത്ത് യുക്തിയാണ് പ്രധാനം. പക്ഷേ പുറമേക്ക് ലെനിനും പൂജാമുറിയിൽ പൂന്താനവുമാവുന്ന ഒരവസ്ഥയിലേക്ക് പല ഘട്ടങ്ങളിൽ CPMന് പോകേണ്ടി വരുന്നു. ശബരിമല സ്വർണ്ണക്കവർച്ചയുടെ പേരിലാവട്ടെ, അതിനകത്തുള്ള ഭക്തി എന്ന് പറയുന്ന അതിവൈകാരികത വോട്ടായിട്ട് മാറുന്ന പ്രശ്നം വരുന്നതൊക്കെ അവിടെയൊക്കെ പുറമേക്ക് ലൈനായിട്ട് നിൽക്കുന്നു, പൂജാമുറിയിൽ പൂന്താനമായിട്ട് മാറുന്നൊരു പ്രക്രിയയുടെ അതിൽ പെട്ടുപോയതിൻ്റെ ഒരു വലിയ ഇടർച്ച നേതാക്കൾക്കുണ്ടാവും, പ്രവർത്തകർക്കുണ്ടാവും. അതിനെ എങ്ങനെയാണ് തരണം ചെയ്യാൻ കഴിയുക? 1957 സഖാവ് EMS കേരളത്തിൽ 1ാമത്തെ മുഖ്യമന്ത്രിയായി ചാർജ് എടുത്തുകൊണ്ട് കേരളത്തോട് തന്നെ പറഞ്ഞൊരു കാര്യം നമ്മളെപ്പോഴും പറയാറുണ്ട്. അതായത് ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് അല്ല അധികാരത്തിൽ വന്നിട്ടുള്ളത്. ഇവിടെ ഒരു ബൂർഷ്വ ജനാധിപത്യ സംവിധാനത്തിനകത്താണ് കേരളത്തിലെ ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഗവൺമെൻറ് ആ പേരിൽ വന്നിട്ടുള്ളത്. ഈ പരിമിതികൾക്കകത്ത് നിന്നുകൊണ്ട് ഇടതുപക്ഷ ആശയം എങ്ങനെ ജനങ്ങൾക്ക് ഗുണകരമായി പ്രയോഗിക്കാൻ പറ്റുമോ അത് പ്രയോഗിക്കുക എന്നുള്ളതാണ് ഇന്ന് വരെയും ഇടതുപക്ഷം ചെയ്തിട്ടുള്ളത്. അപ്പോൾ താങ്കളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് സൊസൈറ്റി ആണെങ്കിൽ ഇതായിരിക്കില്ല രീതിശാസ്ത്രവും പ്രയോഗവും ചിന്താഗതികളും ഇതായിരിക്കില്ല. ഭരണഘടനാപരമായിട്ടുള്ള അവകാശമാണ്. ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കുക, ആ വിശ്വാസത്തിനനുസരിച്ചുള്ള ജീവിത രീതി സ്വീകരിക്കുക, മറ്റുള്ളവരുടെ അവകാശം ഹനിക്കാതെ എന്നുള്ളത് ഇന്ത്യൻ ഭരണഘടന ഉറപ്പുവരുന്നതാണ്. ആ ഉറപ്പ് സാധ്യതപ്രായമാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം സംസ്ഥാനം ഭരിക്കുന്ന അല്ലെങ്കിൽ രാജ്യം ഭരിക്കുന്ന ഗവൺമെൻറ് എന്നുള്ള നിലയ്ക്കുണ്ട്. അപ്പം മതം അമിതമായിട്ട് ഇടപെടുന്ന ഒരു വേളയിലാണ് മതത്തിൻ്റെ അകത്തുള്ള സദാചാര പ്രശ്നങ്ങളൊക്കെ വരുന്നത്. ആ സദാചാര അപവാദ പ്രചാരണങ്ങൾക്ക് ഇരയാവുകയും അതിശക്തമായിട്ട് അതിനെതിരെ പോരാടുകയും അതിൻ്റെ അകത്തുള്ള കള്ളത്തരങ്ങൾ തുറന്നു കാണിക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഷൈൻ ടീച്ചർ. അപ്പോൾ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു പ്രതികാര ബുദ്ധിയോടുകൂടി നടപ്പാക്കപ്പെട്ടു എന്ന് ഷൈൻ ടീച്ചർ തന്നെ പറയുന്ന ആ അപവാദ പ്രചാരണത്തിനെതിരെ നിയമപരമായിട്ടുള്ള മുന്നോട്ട് പോക്കുകളൊക്കെ നടത്തുകയുണ്ടായി. അതിൻ്റെ പിറകിൽ പ്രവർത്തിച്ചവർ, ബോംബ് ഉടൻ വരുമെന്ന് പ്രഖ്യാപിച്ചവർ, അവർക്കെതിരെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വേളയിൽ ഷൈൻ ടീച്ചറുടെ സവിശേഷമായിട്ടുള്ളൊരു പ്രചാരണം ഉണ്ടാവുമോ? 2-3 കാര്യം ഈ വിഷയത്തിൽ പറയേണ്ടതുണ്ട്. ഒന്ന്, എനിക്ക് ഒറ്റയ്ക്ക് നേരിടാൻ കഴിഞ്ഞു. ഞാനൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഓക്കെ ശരി, പക്ഷേ എൻ്റെ കൂടെ ഒരു ആളുകളുണ്ടായിരുന്നു. ഒന്ന് എൻ്റെ ജീവിത പങ്കാളി, അദ്ദേഹം എൻ്റെ ഒപ്പം നമ്മൾ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ കട്ടയ്ക്ക് നിന്നു.
നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ വയ്യ, നമുക്ക് പ്രതികരിക്കണം, നമുക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ അദ്ദേഹം എനിക്ക് കുറേ കൂടിയും ധൈര്യവും ആത്മവിശ്വാസവും എനിക്ക് തന്നു. പിന്നെ എൻ്റെ പ്രസ്ഥാനം, ഇടതുപക്ഷ പ്രസ്ഥാനം, എൻ്റെ അധ്യാപക സംഘടന, മഹിളാ സംഘടന, ഇവരെല്ലാം കൂടിയും നന്നായി എനിക്ക് തന്നിട്ടുള്ളൊരു ബൂസ്റ്റിംഗ് ഉണ്ട്, ഒരു പവറുണ്ട്. ആ പവറിനകത്ത് എൻ്റെ കൂടിയൊരു ഇൻവോൾവ്മെൻറ്റ് നമ്മൾ പണ്ട് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചതുപോലെ എൻ്റെ കുടുംബത്തിൽ നിന്നടക്കം, എൻ്റെ ഫാദറിൽ നിന്നടക്കം കിട്ടിയിട്ടുള്ള എന്താ പറയുക, ഒരു ആത്മാഭിമാന ബോധം, അല്ലെങ്കിൽ എനിക്കും ഇവിടെ അന്തസ്സായി ജീവിക്കാൻ അവകാശമുണ്ട് എന്നുള്ളൊരു ബോധം, ആ ബോധം എന്നെ കുറേ കൂടി നയിച്ചിട്ടുണ്ട്. അങ്ങനെ പ്രതികരിക്കാൻ ഷൈൻ ടീച്ചർക്ക് പ്രേരകമായിട്ടുള്ള കുടുംബ പശ്ചാത്തലവും ഷൈൻ ടീച്ചറുടെ പിതാവുമായിട്ടുള്ള ബന്ധം, മറ്റ് സഹോദരങ്ങൾ, അവരുമായിട്ടുള്ള ബന്ധം ഏത് രീതിയിലാണ് വലിയ ഒരു നെരിപ്പോടിൻ്റെ മുകളിലൂടെ ആത്മബലമുള്ള ഒരു വ്യക്തിത്വമായിട്ട് ഷൈൻ ടീച്ചർ മാറിയത് എന്ന് ആ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സ്ഥാനാർത്ഥിയായിരുന്ന സമയത്ത് ഷൈൻ ടീച്ചറുടെ വീട്ടിൻ്റെ മുമ്പിൽ വെച്ച് ഞങ്ങൾ ഇതേപോലെ നടത്തിയ സംഭാഷണത്തിൽ പറയുകയുണ്ടായി. അപ്പോൾ ഈ സംഭാഷണത്തിൻ്റെ കണ്ടുകൊണ്ടിരിക്കുന്നവർ അതിൻ്റെ സാമൂഹ്യ മാധ്യമത്തിൽ കാണുമ്പോൾ താഴെ ആ എപ്പിസോഡിൻ്റെ ലിങ്ക് നമ്മൾ നൽകുന്നതായിരിക്കും. പക്ഷേ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഷൈൻ ടീച്ചർ നിയമ പോരാട്ടം നടത്തി, LDF പ്രവർത്തകർ കൂടെ നിന്നു എന്നൊക്കെ പറയുന്നത് ശരി തന്നെ. പക്ഷേ അതിൻ്റെ അകത്ത് അഭിമുഖീകരിക്കപ്പെടാത്ത പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, അന്ന് ഒരു ഓണാഘോഷമായിരുന്നു, ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ലോജിക്കാണ്, യുക്തിയാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ എന്ത്, ഒരു പുരുഷനും ഒരു സ്ത്രീയും ഒരുമിച്ച് ഇരുന്നാൽ എന്ത് എന്നുള്ള നിലയ്ക്ക് ആ വിഷയത്തെ കൊണ്ടുപോകാൻ കഴിയുന്ന രീതിയിലുള്ള ധീരമായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലേക്ക് ആ വിഷയത്തെ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞോ എന്നിടത്താണ് സംശയം. ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹം ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർ എന്ത് ചെയ്യണം എന്ന് അവർ തീരുമാനിക്കും എന്ന് അവർ ഉദ്ദേശിക്കുന്നത് സെക്സാണ് എന്ന് നേരെ നമ്മുടെ സമൂഹം തീരുമാനിക്കുകയാണ്. അതായത് സ്ത്രീക്കൊരു ശരീരം മാത്രമേ ഉള്ളൂ. ഇത് നമ്മുടെ സമൂഹത്തിൻ്റെ മാത്രമല്ല കേട്ടോ, സ്ത്രീ ഒരു ശരീരം മാത്രമായിട്ടാണ് പാശ്ചാത്യ ലോകത്തും കണ്ടിരുന്നത്. സ്ത്രീക്ക് തലയില്ല, അല്ലെങ്കിൽ ചിന്താശേഷിയില്ല. ശരീരം അവളുടെ സെക്സ് ഒരു ബയോളജിക്കലായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് മാത്രമേ ഉള്ളൂ എന്നുള്ളൊരു ചിന്താധാര പണ്ട് തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷനായിട്ട് ഇന്നും നമ്മൾ സാംസ്കാരികമായി അത് നിലനിർത്തിക്കൊണ്ട് പോരുന്നു. അതുകൊണ്ട് സ്ത്രീ തൻ്റെ ഇടത്തോടുകൂടി സംസാരിച്ചാൽ, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ജീവിതത്തെക്കുറിച്ച് എന്ത് തീരുമാനമെടുക്കണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ് എന്ന് ഒരു സ്ത്രീ പറഞ്ഞാൽ ഉടനെ തന്നെ നമ്മുടെ തലച്ചോറിലേക്ക് എത്തുന്ന ചിന്ത സെക്സ് എന്നുള്ള രീതിയാണ്. ഞാൻ ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ളത് എൻ്റെ ചോയ്സാണ് എന്ന് സ്ത്രീകൾക്ക് പറയാൻ കഴിയണം. അതിങ്ങനെ പറഞ്ഞ് കേട്ട് ഇവർക്ക് മനസ്സിലാവും സ്ത്രീക്ക് ശരീരം മാത്രമല്ല ഉള്ളത്, സെക്ഷൽ ആസ്പെക്ട്സ് മാത്രമല്ല ഉള്ളത്, മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ഉള്ള ഹ്യൂമൻ ബീയിങ് ആണ് ഇന്ന് ശാസ്ത്രജ്ഞർ കണ്ടെത്തിയിട്ടുള്ളത്. മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ആണ് മനുഷ്യനുള്ളത്. ആ പരിധിക്കകത്ത് സ്ത്രീയും വരും. ഈ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസിനകത്ത് 9 തരം ബുദ്ധികളുള്ള ജീവി, ആ ജീവിയിൽപ്പെട്ട ഒരു ജീവിയാണ്. 2 വ്യത്യസ്ത സെക്ഷൽ ആയിട്ടുള്ളതുണ്ടല്ലോ, വ്യത്യസ്ത ജെൻഡറുണ്ട്. ആ ജെൻഡറിനകത്തൊരു ജെൻഡറാണ് സ്ത്രീ. അപ്പോൾ അവൾക്ക് പൊളിറ്റിക്കലായിട്ടുള്ള വിചാരങ്ങളുണ്ട്, സാംസ്കാരികമായ ചിന്തകളുണ്ട്, സാമൂഹ്യമായ ജീവിതമുണ്ട്, വ്യക്തിപരമായ ജീവിതമുണ്ട്. ഇതെല്ലാ ജീവിതങ്ങളുമുണ്ട്, സെക്ഷലായിട്ടുള്ള ജീവിതങ്ങളുമുണ്ട്. അപ്പോൾ ഇതെല്ലാം തീരുമാനിക്കാനുള്ള റൈറ്റ് പുരുഷനുള്ളതുപോലെ തന്നെ സ്ത്രീക്കുണ്ട്, അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡറിനുണ്ട്. നമ്മൾ അവരെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് പറയാൻ കഴിയില്ല. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ ജെൻഡറിനും ഈ അവകാശമുണ്ട് എന്നുള്ളൊരു ബോധ്യം എനിക്കുണ്ട്. ആ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ സംസാരിക്കും. ഒരുപക്ഷെ നമ്മൾ ഈ സംസാരത്തിൻ്റെ അടിയിൽ തന്നെ വന്ന് കമൻ്റ് ഇടും. അങ്ങനെ കമൻറ്റ് നോക്കി ഞാനൊരു വേറൊരു കാര്യം ശ്രദ്ധിക്കാറുള്ളത്, ഞാൻ കമൻറ്റ് ശ്രദ്ധിക്കാറേ ഇല്ല. കാരണം കമൻറ്റ് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ആ സമയം വെറുതെ വേസ്റ്റ് ആക്കണം എന്തിനാ. പിന്നെ കേസിൻ്റെ കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ ഞാൻ ആലുവ സൈബർ സെൽ CIനെ വിളിച്ചിരുന്നു. സാറേ എൻ്റെ കേസിൻ്റെ വിഷയം എന്തായി, ഇവിടത്തോളം എത്തി. അപ്പോൾ പറഞ്ഞു ഞങ്ങളതിൻ്റെ പിന്നാലെ ഉണ്ട്, അതിൻ്റെ തെളിവുകളും കാര്യങ്ങളും ഒക്കെ എടുക്കാനുള്ളൊരു ഇന്നത്തെ നിലയ്ക്കുള്ളൊരു പ്രയാസം ഉണ്ടല്ലോ, നിയമമൊക്കെ കർശനമാക്കണം എന്നാണ്. അപ്പം ഞാനന്നും ഞങ്ങളെല്ലാവരും സ്ത്രീ സംഘടനകളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഇത്തരം സ്ത്രീകൾക്കെതിരെയും അല്ലെങ്കിൽ പുരുഷന്മാർക്കെതിരെയും, പുരുഷന്മാരും ഇതിനെ വിക്റ്റിമാകുന്നുണ്ട്. ഈ പുരുഷനും ഇതിൽ വിക്റ്റിമാവുന്നുണ്ടെന്ന് പറയുമ്പോൾ ഉടനെ തന്നെ കമൻറ്റ് വരാൻ സാധ്യതയുള്ള ഷൈൻ ടീച്ചർ രാഹുൽ മാങ്കൂട്ടത്തിനെ പിന്തുണച്ചു എന്നുള്ളതിലേക്ക് വരും. അല്ല, ഒരിക്കലുമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം എന്താ? അദ്ദേഹം ഒരു സ്ത്രീയോട് സ്വാഭാവികമായ ചില ബന്ധങ്ങൾ പുലർത്തി എന്നാണെങ്കിൽ ഞാനൊരിക്കലും അതൊരു സംസാര വിഷയമാവില്ല. മറിച്ച് നമ്മൾ കേട്ടത്, ലോകം കേട്ടത് അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിലൂടെ, അല്ലെങ്കിൽ മറുഭാഗത്ത് നിന്ന സ്ത്രീയുടെ, പെൺകുട്ടിയുടെ ശബ്ദത്തിലൂടെ നമ്മൾ കേട്ടത് വളരെ ക്രൂരമായൊരു മുഖമാണ്.
ദൈന്യതയുടെ ഒരു മുഖമാണ്. അപ്പുറത്ത് നിൽക്കുന്ന പെൺകുട്ടി ദൈന്യതയുടെ ഒരു ശബ്ദമാണ് നമ്മൾ കേട്ടത്. ഇപ്പുറത്ത് അതിക്രൂരമായ ഒരു ഭാവം. അതൊരിക്കലും നമ്മൾ വരരുത് എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു മേഖലയിൽ നിന്ന് വരുന്നു, ഒരു നേതൃത്വത്തിൽ നിന്ന് വരുന്നു. അതാണ് അവിടെ വിഷയം. ഒരു എന്താ പറയുക, ഭ്രൂണ ഹത്യ ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയമത്തിൻ്റെ മുന്നിൽ തെറ്റാണ്. ആ തെറ്റിനെ നമ്മളെങ്ങനെയാണ് ന്യായീകരിക്കാൻ പറ്റുക? അതിനെ സാധാരണ സ്ത്രീ പുരുഷ ബന്ധമായിട്ട് കണക്കാക്കാൻ കഴിയില്ലല്ലോ. ഇനി ഏതെങ്കിലും അങ്ങനെ ഒരു ബന്ധമാണോ? ഇനി പല ബന്ധം ഉണ്ടായി എന്ന് തന്നെ ഇരിക്കട്ടെ. ഇനി ആ ബന്ധത്തിനകത്തൊക്കെ ഉണ്ടായ ഇത്തരം ഭ്രൂണങ്ങളെ അല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ ഭാവിയിൽ ഇവിടെ ജീവിക്കേണ്ട കുഞ്ഞുങ്ങളെ കൊലപ്പെടുത്തുന്നതിന് കാരണക്കാരായി നിന്നു എന്നുള്ളതാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയം. അത് തെളിയിക്കേണ്ട കാര്യമാണ്. പക്ഷേ നമ്മുടെ മുന്നിൽ നമുക്ക് ധരിക്കാൻ പറ്റുന്നത് അതാണ്, മനസ്സിലാക്കാൻ പറ്റുന്നത് അതാണ്. അപ്പം അതിനെ ഒരു തരത്തിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ കഴിയില്ല. ഇപ്പോൾ 40കൾക്ക് ശേഷമുള്ള സ്ത്രീ എന്ന് പറയുന്നതിനെ സവിശേഷമായിട്ട് സ്ത്രീകൾ തന്നെ വലിയ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിൻ്റെ ഒരു പ്രായത്തിൻ്റെ അതിർവരമ്പായിട്ട് കാണുകയും ജീവിതം ആഘോഷിക്കാനുള്ളതാണ്, ആഘോഷിക്കുമ്പോൾ തന്നെ സാമൂഹികമായ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റിക്കൊണ്ട് എന്ന് പറയുന്ന രീതിയിൽ സാഹിത്യത്തിലാണ് ഏറ്റവും കൂടുതൽ ഇത്തരം കാര്യങ്ങൾ വരുന്നത്. എന്താവണം ഒരു സ്ത്രീക്ക് ആത്യന്തികമായിട്ട് സ്വന്തം ശരീരത്തിലും സ്വന്തം മനസ്സിലും സ്വന്തം യുക്തിയിലും സ്വന്തം ബുദ്ധിയിലും എടുക്കാൻ കഴിയുന്ന സ്വാതന്ത്ര്യം? ഒരു വ്യക്തിക്ക് എന്തെല്ലാം സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയുമോ അതെല്ലാം കഴിയണം. മാക്സ് സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നത്, എനിക്കൊരു സമയത്ത് പുസ്തകം വായിക്കാൻ തോന്നി, ആ പുസ്തകം വായിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ടാവണം. അത് കഴിഞ്ഞാൽ എനിക്ക് പുഴയിൽ പോയൊരു മീനെ പിടിക്കാൻ തോന്നി, എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവണം. ഈ പറഞ്ഞ എല്ലാ സ്വാതന്ത്ര്യവും, അല്ലെങ്കിൽ സിനിമ കാണാൻ തോന്നുന്നു, അല്ലെങ്കിൽ ഒരാളുമായി ഏതെങ്കിലും ഒരാൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ വർത്തമാനം പറയുന്നത് കേൾക്കുന്ന ആളുകളുടെ മനസ്സിൽ ഒരു പുരുഷൻ്റെ ആരും ആവട്ടെ, എനിക്കിഷ്ടപ്പെട്ട ഒരാളുമായി കൂടിച്ചേർന്ന് ഒരു യാത്ര പോകാൻ തോന്നി, എനിക്കത് ചെയ്യാനുള്ള അവകാശം ഉണ്ടാവണം. എന്നാൽ മറുവശത്ത് നിൽക്കുന്ന ഒരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാവരുത് അത്. എനിക്ക് തോന്നുന്നു 40കൾക്ക് ശേഷം മാത്രമാണോ സ്ത്രീ സ്വാതന്ത്ര്യം അനുഭവിക്കേണ്ടത്? അല്ല. പക്ഷേ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റം സംഭവിക്കുകയാണ്. വിവാഹം കഴിയുന്നു, അമ്മയാകുന്നു, ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ചുരുങ്ങിയത് ഒരു 5 വർഷം 6 വർഷം ഒരു സ്ത്രീയുടെ വീടിനകത്ത് തളയ്ക്കപ്പെടുകയാണ്. ഇതെന്തുകൊണ്ട് ഇങ്ങനെ ആവുന്നു എന്ന് ചോദിച്ചാൽ ഇത് സ്ത്രീയുടെ ഉത്തരവാദിത്വമാണ്. പ്രസവിക്കാൻ ഞങ്ങൾക്കേ കഴിയുള്ളൂ, ഓക്കെ. പക്ഷേ ഈ കുട്ടിയെ വളർത്തുക, പരിചരിക്കുക, കുടുംബത്തിലെ പരിചരണം, അത് കുട്ടിയുടെ ആവട്ടെ നമ്മുടെ അച്ഛൻ്റെയും അമ്മയുടെയും ആകട്ടെ, ഈ പരിചരണങ്ങൾ ആരെ ഏറ്റെടുക്കണം? ഇത് സമൂഹം റീതിങ്ക് ചെയ്യേണ്ടതാണ്. പുരുഷന്മാരെ പോലെ അല്ലെങ്കിൽ മറ്റ് ജെൻഡറിനെ പോലെ എല്ലാ അവകാശങ്ങളും എല്ലാ സാമൂഹ്യ സ്വാതന്ത്ര്യവും ആസ്വദിക്കാൻ അവകാശപ്പെട്ടവരാണ് സ്ത്രീകൾ. പക്ഷേ അങ്ങനെ പറയുമ്പോൾ തന്നെയുമാണ് ഭാര്യയുടെ പ്രസവം എന്തുകൊണ്ട് ആശുപത്രിയിലാക്കി എൻ്റെ അനുവാദമില്ലാതെ എന്ന് ചോദിച്ചുകൊണ്ട് മലപ്പുറത്ത് ഒരു ഭർത്താവ് ആശുപത്രിയിൽ കയറി അറ്റാക്ക് ചെയ്യുകയുണ്ടായി. പ്രസവം വീട്ടിലേ പാടുള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ പ്രസവ പ്രക്രിയയുടെ നടത്തിപ്പിൻ്റെ ചുമതലക്കാരൻ ഞാനാണ് എന്നുള്ള രീതിയിൽ പുരുഷന്മാർ നിൽക്കുന്നു ഇപ്പോഴും. അത്തരത്തിൽ അതിശക്തമായിട്ടുള്ള പുരുഷാധിപത്യമുള്ള ഒരു കാലഘട്ടത്തിൽ ഇത്തരം സ്വാതന്ത്ര്യ പ്രഖ്യാപനങ്ങളെ എങ്ങനെ നമ്മൾക്ക് നടപ്പാക്കിയെടുക്കാൻ കഴിയും? ടീച്ചർ പോലും ഒന്ന് ഒതുക്കിയാണ് പറയുന്നത്. അതായത് എനിക്കിഷ്ടപ്പെട്ട അത് പുരുഷനാവട്ടെ ട്രാൻസ്ജെൻഡർ ആവട്ടെ ആരുമാവട്ടെ ആ വ്യക്തിയുടെ കൂടെ ഒരു യാത്ര പോകാൻ എനിക്ക് തോന്നിയാൽ അത് ചെയ്യാൻ കഴിയണം എന്ന് പറഞ്ഞ് അതിനെ ഒതുക്കത്തിൽ പറഞ്ഞ് നിർത്തുകയാണ് ചെയ്യുന്നത്. അതിനെ വിശദമായിട്ട് വിശദീകരിച്ച് പറഞ്ഞാൽ അത് കേൾക്കാവുന്ന ഒരു സമൂഹം തയ്യാറായിട്ടില്ല എന്നുള്ള ഭയം ടീച്ചർക്കില്ല. എന്തുകൊണ്ട് തോളിൽ കൈയിട്ട് എനിക്കൊന്ന് യാത്ര ചെയ്യണമെന്ന് തോന്നിയാൽ അത് പറയണമെന്ന് വിചാരിക്കുന്നുണ്ടാവും, പക്ഷേ അത് ആക്സെപ്റ്റ് ചെയ്യുന്ന സമൂഹം വളർന്നിട്ടില്ല. അതെ, 1-ാം ക്ലാസ്സിലെ കുട്ടിയോട് 10-ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സ് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് സമൂഹം വളരണം. അപ്പോൾ ഈ 40 എന്ന് പറയുന്ന വെക്കുന്ന പരിധി ഞാൻ മനസ്സിലാക്കുന്നത് ഈ തരത്തിൽ സ്വാതന്ത്ര്യത്തോടു കൂടി എനിക്കിനിപ്പോൾ അടുത്ത ആളെ വിവാഹം കഴിക്കണ്ടല്ലോ, അങ്ങനത്തെ ഒരു സ്വാതന്ത്ര്യമാവാം. അത് വിവാഹമേ വേണ്ട എന്നുള്ള നിലയ്ക്കുള്ള തിരിച്ചറിവ് ലോകവ്യാപകമായിട്ട് സ്ത്രീകളിലേക്ക് വരുന്നുണ്ട്. വിവാഹം എന്ന് പറയുന്ന വലിയ ബന്ധനം, വലിയ കുരുക്ക്, അതിലുപരിയായിട്ടൊരു സാമൂഹ്യ ജീവിയായിട്ട് ജീവിക്കാൻ, സ്വതന്ത്രയായിട്ട് ജീവിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് വരിക, സ്നേഹം തോന്നുന്നവരോട് സ്നേഹിക്കുക. ഇപ്പോൾ പൊതുവേ പറയാറുണ്ട്, ഇപ്പോൾ മെട്രോയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ചെറുപ്പക്കാർ അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഉമ്മ വയ്ക്കുന്നു. ആ ഉമ്മ വയ്ക്കുന്നത് കണ്ടിട്ട് അസ്വസ്ഥതയോടുകൂടി ഇരിക്കുന്ന മുതിർന്നവർ പലരുമുണ്ട്. വാസ്തവത്തിൽ അവർ പരസ്പരം കത്തിയെടുത്ത് കുത്തിക്കൊലപ്പെടുത്തുകയല്ല ചെയ്യുന്നത്, മറിച്ച് സ്നേഹിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ള നിലയ്ക്ക് അതിനെ കാണാൻ കഴിയാത്ത ഒരു സമൂഹം, അതാണ് ഈ 1-ാം ക്ലാസ് സമൂഹം എന്ന് പറയുന്നതാണ്. അതെ അതെ. താങ്കൾ ഈ വിവാഹ ജീവിതത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഞാനൊരു കാര്യം ഓർക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു സ്കൂളിൽ പോകാനിടയായി. അപ്പോൾ ഒരു ടീച്ചറെ കണ്ടു. അപ്പോൾ ആ ടീച്ചർ എന്നോട് പറയുകയാണ്, വളരെ യങ്ങായിട്ടുള്ളൊരു ടീച്ചറാണ് കേട്ടോ,
പറയാണ് ടീച്ചറെ, ഈ വിവാഹമോചിതരായിട്ടുള്ള സ്ത്രീകളെ കാണുമ്പോൾ അവരുടെ മുഖം കാണുമ്പോൾ കൊതിയാവാണ്. ഞാനിപ്പോൾ ഈ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ സ്ത്രീകൾ വിവാഹം കഴിക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ ടീച്ചറുടെ കമൻ്റാണ് എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത്. വിവാഹമോചിതരായ സ്ത്രീകളുടെ മുഖം കാണുമ്പോൾ എനിക്ക് കൊതിയാവുന്നു. ആ അധ്യാപിക നല്ല സാമ്പത്തിക സ്ഥിതിയുള്ള കുടുംബത്തിലാണ്. പക്ഷേ അച്ഛനും അമ്മയും ബെഡ് റിഡനാണ്. 10-16 വർഷമായിട്ട് ബെഡ് റിഡനായ പാരൻറ്റിനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഈ അധ്യാപികയാണ്. അപ്പോൾ സ്കൂളിൽ വരണം, ഇത് നോക്കണം. എന്നാൽ അതിനെ വേണ്ട വിധത്തിൽ ആരെങ്കിലുമൊക്കെ നിർത്തി ആ കെയറിങ് കൊടുക്കാനുള്ളൊരു മനസ്ഥിതി നമ്മുടെ സമൂഹത്തിനില്ല. അത് അവളുടെ ഉത്തരവാദിത്വമാണ്. എന്നിട്ട് പറയാണ്, എനിക്ക് ആവോളം ഉപദേശമാണ്, ഇങ്ങനെ നോക്കിയാൽ നിനക്ക് പുണ്യം കിട്ടും ഇല്ലേ. പണ്ട് സതി അനുഷ്ഠിക്കുന്ന കാലത്തും പറഞ്ഞിട്ടില്ലേ, സതി നീ ഭർത്താവിൻ്റെ ചിതയിൽ ചാടി ചാവുക എന്ന് പറഞ്ഞാൽ വെറുമൊരു ആത്മാഹൂതിയല്ല, മറിച്ച് നിനക്ക് ഒരു പുണ്യപ്രവൃത്തിയാണ്. ഇന്നും അത്തരം സതി അനുഷ്ഠിക്കുന്ന, വ്യത്യസ്ത അർത്ഥത്തിൽ സതി അനുഭവിക്കുന്ന ഒട്ടേറെ സ്ത്രീകളെ കുടുംബജീവിതത്തിനകത്ത് നമുക്ക് കാണാൻ സാധിക്കും. പഴയ തലമുറയെ. പുതിയ തലമുറ അതിൽ നിന്ന് മോചനം നേടി പുറത്തു വരുന്നു. അപ്പോൾ ചോദിക്കും, ഇപ്പോൾ ഞാനിത് സംസാരിച്ച് കഴിയുമ്പോൾ ചിലർ ചോദിക്കും, ടീച്ചറെ അങ്ങനെ ഒരു കുടുംബജീവിതം ഉണ്ടായത് കൊണ്ടല്ലേ ടീച്ചർ ഉണ്ടായത്? ഈ വൈകാരികമായ ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലേക്ക് വരും. ആ കുടുംബജീവിതം ഉണ്ടാവണം വേണ്ടാന്നൊന്നും നമ്മൾ പറയണില്ല. സ്ത്രീയും പുരുഷനും സൗഹാർദ്ദത്തോടു കൂടി അവർക്ക് കുടുംബമായിട്ട് ജീവിക്കാം. എങ്ങനെ? അവിടെ ഒരു ജനാധിപത്യ കുടുംബമായിട്ട് മാറണം. ഈ ജനാധിപത്യം എന്നുള്ളത് നമ്മുടെ കുടുംബത്തിനകത്ത് വന്നാൽ വളരെ മനോഹരമായി, വളരെ സൗഹാർദ്ദപരമായി, ഇന്നത്തെ ഈ പൊട്ടലും ചീറ്റലും ഒന്നുമില്ലാതെ എത്ര സുന്ദരമായി കുടുംബജീവിതം ആസ്വദിക്കാൻ കഴിയും. എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇപ്പോൾ 10ാം ക്ലാസ്സിലൊക്കെ കുട്ടികൾ, ആൺകുട്ടി പെൺകുട്ടി, അവർക്ക് അങ്ങനെ ഒരു സെക്സിനെ കുറിച്ചൊരു ബോധത്തോടു കൂടിയാണ് അവരുടെ ഇടപെടൽ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അവർ വളരെ ക്ലോസ് ഫ്രണ്ട്സാണ്. അവർ തോളെ കൈയിട്ട് നടക്കുന്നു, എടാ പോടാ എടി എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. ചിലപ്പോൾ ഒരാൾ ഇരുന്നിട്ട് അടുത്ത ആൾ മടിയിൽ കിടക്കുന്നു. പക്ഷെ നമ്മൾ നോക്കുന്ന കണ്ണ് നമ്മുടെ ഒരു എന്താ പറയുക 80കളിലെ അല്ലെങ്കിൽ 70കളിലെ കണ്ണ് വെച്ചിട്ടാണ് നമ്മൾ നോക്കുക. എൻ്റെയൊക്കെ പ്രായത്തിലുള്ളവർ ഒരു പുരുഷൻ ഇതേപോലെ ടച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ വിവാഹത്തിന് ശേഷമായിരിക്കും. ഇന്ന് ആ കുട്ടി, അപ്പോൾ ആ വിവാഹത്തിന് ശേഷമുള്ള ടച്ചിൽ നമുക്ക് ഉണരുന്നത് ചിലപ്പോൾ നമ്മളുടെ മനസ്സിൽ കിട്ടിയിട്ടുള്ള വികാരങ്ങളും വിചാരങ്ങളുടെ ഭാഗമായിട്ട് സെക്സ് മാത്രമായിരിക്കാം. പക്ഷെ കുട്ടികളെ സംബന്ധിച്ച് അവർക്കതല്ല. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും സാധാരണ മനുഷ്യന്മാർ, ആൺപെൺ വ്യത്യാസമില്ലാതെ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ ഇടപെടുന്നു, ടച്ച് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഈ ടച്ചിനെ കാണുന്നത് എന്താ? ഒരു സെക്ഷുവൽ ടച്ചായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരതല്ല. അവരൊരു ഫ്രണ്ട്ഷിപ്പ്, ഒരു ഹ്യൂമൻ ബീയിങ്, സ്നേഹിക്കാൻ പറ്റുന്ന, കൂട്ടുകൂടാൻ പറ്റുന്ന, ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഹ്യൂമൻ ബീയിങ്. വീട്ടിലെ കാര്യങ്ങൾ, സങ്കടങ്ങൾ, ഇതൊക്കെ ഷെയർ ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എന്നുള്ള നിലയ്ക്കാണ് കുട്ടി കാണുന്നത്. ടീച്ചർക്കെതിരായിട്ടുള്ള അപവാദ പ്രചാരണം വന്നു കഴിഞ്ഞപ്പോൾ വി ഡി സതീശൻ, പ്രതിപക്ഷ നേതാവ്, ഇത് എൻ്റെ നെഞ്ചത്തോട്ട് എന്തിനെടുത്ത് വെക്കുന്നതെന്ന് അതാണ് വളരെ രൂക്ഷമായിട്ടുള്ള ഭാഷയിൽ വന്നൊരു പ്രതികരണം. അതിലുപരിയായിട്ട് ഈ വിഷയത്തെ അതിൻ്റെ ഒരു വിശാലമായ അർത്ഥത്തിൽ കണ്ട് പ്രതികരിക്കുന്ന രീതിയിലേക്ക് വരികയുണ്ടായില്ല. അപ്പോൾ എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ പറവൂർ നിയമസഭാ മണ്ഡലത്തിൽ ഷൈൻ ടീച്ചറുടെ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഒപ്പം ഈ വിഷയം, അപവാദ പ്രചാരണത്തിനെതിരെ നടത്തിയ പോരാട്ടം ഒരു പ്രധാനപ്പെട്ട പ്രചാരണമായിട്ട് ടീച്ചർ മുന്നോട്ട് വയ്ക്കും? തീർച്ചയായിട്ടും മുന്നോട്ട് വയ്ക്കും. ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഈ തുല്യതയ്ക്ക് വേണ്ടിയുള്ളൊരു പ്രവർത്തനം കൂടിയാണ്. അത് എന്താ പറയുക, ഒരു ഫെമിനിസ്റ്റ് പ്രവർത്തനം കൂടിയായിട്ടാണ് ഞാൻ കാണുന്നത്. നമ്മൾ ഫൈറ്റ് ഫോർ ഹ്യൂമാനിറ്റി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇതെല്ലാം കൂടി ഇതിൻ്റെ അകത്ത് ഉൾപ്പെടും. എല്ലാ മനുഷ്യരുടെയും സ്വാതന്ത്ര്യം, എല്ലാ മനുഷ്യരുടെയും തുല്യത, എല്ലാ മനുഷ്യരുടെയും അന്തസ്സാർന്ന ജീവിതം, ഇതൊക്കെയാണ് രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തുല്യത എന്ന് പറയുമ്പോൾ മുരുകൻ കാട്ടാക്കട കമ്മ്യൂണിസത്തെക്കുറിച്ച് പാടിയ മനുഷ്യനാകണം എന്നുള്ളൊരു കവിതയുണ്ടല്ലോ. അതിൻ്റെ അകത്ത് അദ്ദേഹം പാടുന്നുണ്ട്, ഞാനുമില്ല നീയുമില്ല നമ്മളാകണം, നമുക്കു നമ്മളെ പകുത്തു പങ്കുവയ്ക്കണം. അപ്പം നമ്മളാകുന്ന പ്രവർത്തനമാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതാണ് ഇടതുപക്ഷത്തിൻ്റെ ആശയം. എന്തായാലും രാഷ്ട്രീയമായ തുല്യതയുടെ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഷൈൻ ടീച്ചർക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നത് വളരെ നന്ദി. താങ്ക് യു.